പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് ആണ് കേട്ടോ കറി വെക്കണേ. നമ്മൾ ബീഫൊക്കെ വരട്ടിയതുപോലെ സോയ ചങ്ക്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയോടുകൂടി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. സോയ ചങ്ക്സ് വാങ്ങിക്കാനായിട്ട് തീരെ വിലയില്ല, 20 രൂപയൊക്കെ ഉള്ളൂ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റിന്. എന്നാൽ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ആട്ടിറച്ചിയുടെ ഫലം ചെയ്യുമെന്ന് പറയണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോയ ചങ്ക്സ് വലിയതും ഉണ്ട്, ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടുള്ളതും ഉണ്ട്. ഞാൻ ഇതുപോലെ ചെറുതായിട്ടുള്ളതാണ് എടുത്തേക്കണത്. നിങ്ങൾ വലുതായിട്ടാണ് എടുക്കണമെങ്കിൽ വലുതായിട്ട് തന്നെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് 100 ഗ്രാമിന്റെ ഒരു ചെറിയ പാക്കറ്റാണ്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാണ് പിഴിഞ്ഞെടുക്കുന്നത്. കൈ വെച്ച് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ഒത്തിരി വെള്ളം കെട്ടിയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റെസിപ്പി ഇതുപോലെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും പറ്റിയതാണ് കേട്ടോ. സോയ ചങ്ക്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എടുക്കാം, മുട്ട എടുക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ എടുക്കാം. എല്ലാം വെച്ചും ഈ ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആട്ടോ. സോയ ചങ്ക്സ് കംപ്ലീറ്റ് അവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച സോയ ചങ്ക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, സോയ ചങ്ക്സിലെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ വറ്റി വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. ഒരു 3-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും സോയ ചങ്ക്സ് പകുതിയായിട്ട് ഇതേപോലെ ആയി വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത പാന് ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഗ്രേവി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. സോയ ചങ്ക്സ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ തന്നെ ഓയിൽ ഒഴിച്ച് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഞാൻ ഫ്രൈ ചെയ്ത പാൻ ഇച്ചിരി പരന്നതായതുകൊണ്ട് അതിൽ ഇങ്ങനെ റോസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും ഒഴിക്കാൻ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ബേ ലീഫ് ഇട്ടെടുക്കാം, 1 ഇഞ്ച് പട്ട, 1 തക്കോലം ആ പൂവൊരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടെടുക്കാം, 3 ഏലക്കായും 3 കറിയാമ്പും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി വലിയ ഏലക്കയും കറിയാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ടെടുത്താൽ മതിയാവും കേട്ടോ, ഒത്തിരി ആക്കണ്ട. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായില്ല കേട്ടോ, ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒത്തിരി ചൂടായി കഴിഞ്ഞ് നമ്മൾ മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുക മാറിപ്പോകും കറിയുടെ. അപ്പൊ പാൻ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മസാലകളൊക്കെ ഇട്ടെടുക്കാം. അപ്പൊ അതിൽ കിടന്ന് തന്നെ മുറുകിക്കോളും. പിന്നെ ഇതിലേക്ക് ഇട്ടെടുത്തേക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ചെറുതായി ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചിയാണ്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തരണമെന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടെടുത്താലും മതി കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിന്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ഒന്ന് വഴന്നു വരണ വരെ. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. എരിവിന് വേണ്ടിയിട്ട് ഈ 2 പച്ചമുളകും പിന്നെ ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. ഈ ഒരു റെസിപ്പി വെജിറ്റബിൾ റെസിപ്പീസ് പോലെയാണ്, പെട്ടെന്ന് എരിവ് അധികമാവും. അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് എരിവ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് 2 സവാളയാട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതേപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഇനി നിങ്ങളുടെ വെജിറ്റബിൾ ക്രഷ് ചെയ്തെടുക്കുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ഇതള വേപ്പിലയും കൂടി പിഴിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. വേപ്പില ഊരിയിട്ടെടുത്ത ശേഷം സവാള നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഒരു 2-3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കാം. ഇപ്പൊ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇടണ്ട, അതിന് പകുതിയായിട്ട് നല്ല മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ മതി. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ആട്ടോ, 2 മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ്. അപ്പൊ നിങ്ങളുടെ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാം, അതും കൂടി ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇടാൻ മറന്നു പോയായിരുന്നു, സോയ ചങ്ക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്ത് അപ്പോഴാണ് ഇട്ടെടുത്തത്. തൈര് ഇട്ടെടുക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഫ്ലേവറും ഒന്ന് ബാലൻസ് ചെയ്യും. അത് മാത്രമല്ല നല്ലൊരു കളറും നല്ലൊരു സ്ട്രക്ചറൊക്കെ കിട്ടും. അപ്പൊ തൈര് നിർബന്ധമായിട്ട് ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് കൊടുത്ത ശേഷം തക്കാളി നന്നായിട്ടൊന്ന് കുക്കായ ശേഷം സോയ ചങ്ക്സ് ഇട്ടെടുത്താൽ മതി കേട്ടോ. സോയ ചങ്ക്സ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല സോയ ചങ്ക്സിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക്
വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1 കപ്പിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച ശേഷം ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ തൈര് 3 ടേബിൾ സ്പൂൺ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ തക്കാളി ഇടുമ്പോൾ തന്നെ നിങ്ങൾ തൈര് ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. ഇത് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ടേസ്റ്റ് ഒക്കെ നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്കെല്ലാം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലായിട്ട് ഇച്ചിരി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വിതറി കൊടുത്താൽ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്